അപ്പോൾ അതേ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകണമല്ലോ. അപ്പോൾ എന്തായാലും വന്ന് ഫുഡൊക്കെ കഴിച്ച് വന്നൊന്ന് നിവരാനാണ് തോന്നുന്നതെങ്കിലും എല്ലാവരും കൂടിയിട്ട് ഇപ്പോഴല്ലേ കൂടുള്ളൂ. അപ്പോൾ എങ്ങോട്ടെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് വെറുതെ നടക്കാനാണെങ്കിലും ഒന്ന് എവിടേക്കെങ്കിലുമൊക്കെ ഒന്ന് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ വന്ന് ഡ്രസ്സൊക്കെ മാറി ഊബറൊക്കെ ബുക്ക് ചെയ്ത് നേരെ ലുലുവിലേക്ക് പോകുന്നു. ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക. പിന്നെ കുഞ്ഞച്ചനൊക്കെ ഗൾഫിൽ നിന്ന് വന്നതാണല്ലോ, അപ്പോൾ കുഞ്ഞച്ചനൊക്കെ എല്ലാവരും ഉണ്ടല്ലോ. കുഞ്ഞച്ചനാണെങ്കിൽ എൻ്റെ വയറൊക്കെ പോയിടി എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് തട്ടിയതാട്ടോ. വയറൊക്കെ ഉണ്ട് കുട്ടിക്ക്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടുണ്ട്, ചെറിയമ്മയുണ്ട്, വാവുണ്ട്, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും അവിടെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ തിരിഞ്ഞ് നടക്കാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. പിന്നെ എല്ലാം ഇങ്ങനെ നോക്കി നടക്കാനും ഒരു രസമല്ലേ. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ എല്ലാം നോക്കി നടക്കുകയാണ്. പിന്നെ നന്ദുവിൻ്റെ മുടിയൊന്നും ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം അവിടെ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഈ ഡോളിൻ്റെ പോലെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ അവിടെ മുഖമൊന്നും കാണാനില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുത്താണ്. പിന്നെ കുട്ടിയത് അടിക്കണ വരെ എന്നോട് മിണ്ടിയിട്ടില്ല എന്ന്, ആൾക്കാണെങ്കിൽ അതൊട്ടും ഇഷ്ടമില്ല. പിന്നെ ഞാൻ ഭീഷണിയൊക്കെ പെടുത്തി, ഞാൻ ഇന്ന് അടിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ വെച്ചേക്കാണ്. കാരണം നമുക്ക് ഇപ്പോഴല്ലേ ഭീഷണിപ്പെടുത്താനൊക്കെ പറ്റുള്ളൂ. കുറച്ച് വലുതായി കഴിഞ്ഞാൽ എന്നോട് പോയി പണിയൊക്കെ പറയില്ലേ. അപ്പോൾ ഞാനത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തത് കേട്ടോ. പിന്നെ നന്ദുട്ടിയാണെങ്കിൽ ആ ഡോളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൾ കുറേ നാളായിട്ട് ഇങ്ങനെ നോക്കി വെച്ചിട്ടുള്ള ഡോളാണ്. പച്ച വന്നപ്പോൾ എന്തായാലും അതും കരസ്ഥമാക്കിയിട്ടുണ്ട് ആൾ. പിന്നെയും എന്തൊക്കെയോ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് വാങ്ങി കൂട്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് വന്നു കേട്ടോ. പിന്നെ നല്ല വെള്ളദാഹമായിരുന്നു, അങ്ങനെ വേഗം ഫുഡ് കോർട്ടിലൊന്ന് പോയതാണ്. അവിടെയാണെങ്കിൽ നല്ല തിരക്ക്, തൃശ്ശൂർ പൂരത്തിനുള്ള ആൾക്കാരുണ്ട്. എന്ത് തിരക്കായിരുന്നു എന്നറിയാം. അങ്ങനെ എന്തൊക്കെയോ വെള്ളം കുടിച്ചിട്ട് നേരെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയി. അവിടെ നിന്ന് നടന്നിട്ട് നേരെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് റിസപ്ഷന് വേണ്ടി പോകാൻ. അപ്പോൾ റിസപ്ഷന് പോകുമ്പോഴേക്ക് നമുക്ക് ഡ്രസ്സൊക്കെ മാറണം, മേക്കപ്പൊക്കെ ഇടണമല്ലോ. അപ്പോൾ വേഗം വീട്ടിലെത്തി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മേക്കപ്പൊക്കെ ഇട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കാറിലാണ് പോണത്, കാരണം അവിടെ എത്തിയിട്ട് നമുക്ക് ഗുരുവായൂർക്ക് അവിടെ നിന്ന് തന്നെ പോകണം, ഇന്ന് തന്നെ പോകണം ഗുരുവായൂർക്ക്. നാളെ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇൻറ്റേൺഷിപ്പൊന്നും ഇല്ലെങ്കിൽ എനിക്ക് അവിടെ ഒരു ദിവസം നമുക്ക് അവിടെ നിൽക്കാമായിരുന്നു. പക്ഷേ ഇൻറ്റേൺഷിപ്പും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം അന്ന് തന്നെ നമ്മൾ അവിടെ നിന്ന് പോവും. പിന്നെ എന്താ, അവിടെ എത്തി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമ്മൾ അവിടെ അങ്ങനെ നടന്നോട്ടോ. പിന്നെ ഇവരാണെങ്കിൽ ഇവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല. ഫുഡ് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ വേഗം വന്ന് സ്ഥലം പിടിക്കാനാണ് തോന്നുന്നു, അവരവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാനും അടുത്ത് പോയിരുന്നു, നമുക്കും ഫുഡ് കഴിക്കണമല്ലോ. പിന്നെ ചെക്കനും പെണ്ണൊക്കെ വന്നു. ചെക്കനും പെണ്ണും വന്ന് ഫോട്ടോയും അതേപോലെ കേക്ക് മുറയൊക്കെ കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഞങ്ങളും കയറി ഫോട്ടോ ഒക്കെ എടുത്ത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ വെള്ളയപ്പും നൂൽപ്പിട്ടും അതേപോലെ നല്ല മട്ടൺ സ്റ്റൂ ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ സെക്കൻഡ് ട്രിപ്പിൽ റൈസും ചില്ലി ചിക്കനും അതേപോലെ നല്ല സാലഡും അച്ചാറൊക്കെ കൂട്ടി ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ തേർഡ് ട്രിപ്പ് നല്ല കൊള്ളിയും മീൻകറിയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു. പിന്നെ കുറച്ച് സാലഡൊക്കെ കഴിച്ച് നേരെ അവസാനം ഘട്ടമായി നമ്മുടെ ഐസ്ക്രീമും കഴിച്ചിട്ട് വേഗം നമ്മൾ വീട്ടിലെത്താൻ നിൽക്കാം കേട്ടോ. കാരണം ഇനി നമുക്ക് അത്യാവശ്യം ലോങ് ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ഛനാണ് ഡ്രൈവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരുടെയും യാത്ര പറഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ബൈ.